ഇത് കൊള്ളാലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡ് സൈഡിൽ തന്നെ നല്ല വീട്, കാർപോർച്ചൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വീട് തന്നെ. പൂന്തോട്ടവും ഉണ്ട്. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഹലോ, ഒന്നും വന്നേ. ആരാ? എന്ത് വേണം? അതെ, ഈ വീടായിരുന്നാ? ഞങ്ങളുടേതാ. എന്താ വിലക്ക് കൊടുക്കുമെന്ന് അറിയാനാ. ഇതിനെന്ത് വില വരും? 25 ലക്ഷം രൂപ വരൂ. 25 ലക്ഷോ? 1 ലക്ഷത്തിനൊന്നും കിട്ടൂലല്ലേ ഇത്? കിട്ടുമല്ലോ. കിട്ടുവോ? ഇതല്ല, ഇതിന്റെ പുറകിലൊരു പഴയ കക്കൂസുണ്ട്. അത് ഞങ്ങൾ പൊളിക്കായിട്ടിരിക്കുക. അത് വേണമെങ്കിൽ തരാം. കക്കൂസേ, നല്ല മറ്റവനുണ്ടേ കൂടി. ഓ, 1 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങാൻ നടക്കുന്നു. അകത്തേക്ക് കമ്മിങ്. ആശാനായിരുന്നു. കൈയെടുക്കാൻ. എങ്ങനെ ഉണ്ടടാ അന്തരീക്ഷം? നല്ല ചൂട് പിടിച്ച അന്തരീക്ഷം. പാര ശരിക്കും ഏറ്റു. മാഡം അകത്തുണ്ടോ? ആ ത്രേസ്യ വന്ന് ഷോപ്പിങ്ങിന് വിളിച്ചോണ്ട് പോയിരിക്കുവാ. ഇവള് മാഡത്തിന് ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലാന്നല്ലോ പിടിച്ചിരിക്കുന്നത്. ദേവൻ സാർ വരുന്നു. അകത്തേക്ക് കമ്മിങ്. മിസ്റ്റർ ദേവകുമാർ. ആരാ മനസ്സിലായല്ലോ? ഞാൻ CM. CM എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ആണോ? ചീഫ് മിനിസ്റ്റർ അല്ല, CM സുഗണൻ, CMS മാരേജ് ബ്യൂറോയുടെ പ്രൊപ്പറേറ്റർ. ഓ, ഇപ്പൊ മനസ്സിലായി. പ്രൊപ്പറേറ്റർ. താനൊക്കെയാണല്ലേ ഇവിടെ കയറി ഇറങ്ങി അമ്മയെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇതുവരെ ഭ്രാന്ത് പിടിച്ചിട്ടില്ല. ഇങ്ങനെ പോയാൽ ഭ്രാന്ത് പിടിക്കും. അതിന് കാരണക്കാരൻ നിങ്ങളും ആയിരിക്കും. സൂക്ഷിച്ച് സംസാരിക്കണം. എന്തിനാ ഇങ്ങനെ പെറ്റമ്മയെ തീതിയിട്ടിരിക്കുന്നത്? ദേവകന്യകമാരെ പോലെയല്ലേ അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെൺകുട്ടികൾ. ഒറ്റ വാക്ക്, പിറ്റേന്ന് കല്യാണം. നിർത്തോ? നിർത്തി. എനിക്ക് പെണ്ണന്വേഷിക്കാൻ താൻ വെറുതെ ബുദ്ധിമുട്ടണ്ട. അയ്യോ, അതെനിക്ക് ബുദ്ധിമുട്ടാണോ? എന്റെ പ്രൊഫഷണൽ അല്ലേ. ആ പ്രൊഫഷൻ കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ശരി, വരുന്നില്ല. എന്നാ ദേവകുമാർ അങ്ങോട്ട് വരൂ. ഇങ്ങനെ. ആ, അതെ, എന്റെ വിവാഹം അമേരിക്ക വെച്ച് എന്നെ ഫിക്സ് ചെയ്തിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓ മൈ ഗോഡ്. യെസ്. ഹലോ, യെസ്, ദേവകുമാർ സ്പീക്കിംഗ്. ഞാൻ ഡയാന. എന്തായി നമ്മുടെ യാത്രക്കാരി? ആ, ടിക്കറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നോ ഈവനിംഗില്ല, ഡൽഹി ഫ്ലൈറ്റ്. യാ, ഇന്ന് എയർപോർട്ട് വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ. എന്തിനാ സാറാ ഡൽഹിക്ക് പോകുന്നത്? ഹണിമൂണിന്. കല്യാണത്തിന് മുമ്പോ? അമേരിക്കയിൽ അതാ ഫാഷൻ. ഇത് ഇന്ത്യയാണ് സാറേ. Bloody idiot. എനിക്ക് കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് നിമിഷത്തിന് നിമിഷം അമ്മയ്ക്ക് അറിയണം. ഇപ്പൊ തന്നെ ഞാൻ ശ്രീദേവിയെ കാണാൻ വരുന്നുണ്ടോന്ന് അമ്മയ്ക്ക് സംശയം. അറിയാലോ അമ്മയുടെ സ്വഭാവം. അമേരിക്കയിൽ പോയിട്ടൊന്നും അമ്മയ്ക്ക് ഒരു മാറ്റമില്ല. അതേ സ്വഭാവം. ആ പഴയ വീഡിയോസ് ഇപ്പോഴും. എടാ, നീ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ? ഒരക്ഷരം വേണ്ടി പോരുത്. എടി, നീ ഇവനെ വലവീശി പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ? അമ്മായി. ആരാടി നിന്റെ അമ്മായി? നീ ഇവനെ സ്വപ്നം കാണണ്ട. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടാ, പെറ്റമ്മയെ വഞ്ചിക്കുന്നതിന്റെ ഒത്തുകളി ഞാൻ നിർത്തിത്തരാം. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നിർത്തടാ. എനിക്ക് ആകെ ഉള്ളത് നീയായിരുന്നു. ഇനി എനിക്ക് ആരുമില്ല. ആരും വേണ്ട. എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? മോളെ, ഇവളെന്തിനാ കരയുന്നേ? മോളെ, നീ എന്തിനാ കരയുന്നേ? മോളെ, എന്താടി? ആരോ വരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ആരുമില്ലേ? എന്താ? പെണ്ണിനെ കെട്ടിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ വല്ല ആറ്റിലോ കിണറ്റിലോ പിടിച്ചതല്ല. ശാരദ, എന്തെല്ലാം വേഷം കെട്ടിച്ച് വിട്ടാലും എന്റെ മോനെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അനാവശ്യം പറയരുത്. അനാവശ്യമോ? നാണോ മാനോ ഇല്ലാതെ ആമ്പിള്ളാരെ കറക്കിയെടുക്കാൻ നോക്കണ്ടെന്നാ പറഞ്ഞത്. ശാരദ, ഞങ്ങളുടെ മോളെ എങ്ങനല്ല വളർത്തിയിരിക്കുന്നത്. എങ്ങനെയാ വളർത്തിയിരിക്കുന്നത് ഞാനിപ്പോ കണ്ടിട്ടല്ലേ വരുന്നത്. ദേവനും അവൾക്കും തമ്മിൽ എന്തോന്നാ ഇത്ര രഹസ്യവും കൂടിക്കാഴ്ച? അവര് വഴിക്ക് വെച്ചെങ്ങാനും കണ്ടപ്പോ സംസാരിച്ചിരിക്കും. അങ്ങനെയുള്ള സംസാരം ഒന്നും വേണ്ടാന്നാ പറഞ്ഞത്. നിന്റെ മോൻ വലിയ മറ്റടത്തെ ആണെങ്കിൽ കൂട്ടിലിട്ട് വളർത്ത്. ഇവിടെ ആർക്കും വേണ്ട. വേണമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. അർഹതയുള്ളവരെ ആഗ്രഹിക്കാമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അധികം നികളിക്കാതെ
നിന്റെ കണ്ണിൽ ഇപ്പൊ ഞങ്ങളൊക്കെ തെണ്ടുകളായിരിക്കും. പക്ഷെ ഈ ഞാൻ വിചാരിച്ചാൽ ചിലതൊക്കെ നടക്കും. എന്നാ അതിനുള്ള വഴി നോക്ക്. എന്റെ മോനെ കിട്ടില്ലെന്നാ പറഞ്ഞത്. നിന്റെ മോനെ കണ്ടോണ്ടൊന്നുമല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ദേ നോക്ക്, വലിയവനായ നിന്റെ മോന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഈ കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും. നടത്തിക്കോ. പക്ഷെ ഇനി അവനെ അവളെ ഒന്നിച്ച് കണ്ട ചുട്ടുകളഞ്ഞ്. ഓർമ്മിച്ചോ, ഓർമ്മിച്ചോ. അല്ലേ നാണിയമ്മ അടിച്ചു വരികയാണോ? അല്ല പൊന്നരിക്ക, എന്തിനാണ് ഇങ്ങനെ സോപ്പിടുന്നത്? കാര്യം എന്താണെന്ന് പറ. ഞാനിവിടെ ഉള്ളപ്പോ നാണിയമ്മയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാ എനിക്ക് മഹാഭാവമാ. അതിങ്ങി തന്നെ പൊന്ന് ഞാൻ അരിച്ചോളാം. നാണിയമ്മേ, സൂപ്പ് റെഡിയായോ? സൂപ്പോ? ആ, റൈസ് സൂപ്പ്. അത് കുടിച്ചാൽ ബ്രൂസിലിയെ പോലെ ആവുന്നു നാണിയമ്മയല്ലേ പറഞ്ഞത്? പറഞ്ഞത് ശരിയാ. പക്ഷെ സൂപ്പ് കുടിച്ചാൽ നിനക്ക് കുറച്ച് കൊഴുപ്പ് കൂടും. ഒടുവിൽ വല്ലോരും തല്ലിക്കൊന്ന ഞാൻ സമാധാനം പറയണ്ടേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാണിയമ്മയുടെ മൾട്ടി സൂപ്പ് കഴിച്ച് ഞാൻ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പ്ലീസ്. ആ ശരി, തരാം. വേഗം വരണേ. ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കാതെ നാണിയമ്മയെ സോപ്പിട്ടാൽ സൂപ്പ് കുടിക്കാം. എനിക്കാരുടെ സോപ്പും വേണ്ട സൂപ്പും വേണ്ട. സോപ്പും വേണ്ട, ചീപ്പും വേണ്ട, സൂപ്പ് മാത്രം മതിയായി. ഇവിടെ കൊടുത്തേട്ടെ സാർ. ആ കൊടുത്തേക്ക്. ശരി ശരി. സാർ ഇറങ്ങട്ടെ. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ആ, ഇതാര് കേശുതായോ? എല്ലാം കഴിച്ചു. എന്താ ഇവിടെ? ഞാനിവിടെ ഒരാളിനെ ആ, താൻ ചെന്ന് തന്നെ അമേരിക്കൻ റാണിയോട് പറഞ്ഞേര്, അവൾ 7 ജന്മം ജനിച്ചു വന്നാലും ഈ മേനോനെ തോപ്പിക്കാൻ പറ്റില്ലെന്ന്. ആ, ഞാൻ ഇതുവരെ കണ്ട വീടുകളിൽ വെച്ച് ഏറ്റവും നല്ലത്. ഇത് കൊള്ളാലോ, നല്ല ഉഗ്രൻ ഫോറിൻ സ്റ്റൈലും. തോമാച്ചനാണല്ലോ. നല്ല ആർക്കിടെക്ട് ആണ് ഇത് വരച്ചത്. എന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങും ചെയ്യും. ആ, ചേട്ടൻ എന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ഒന്നുമില്ല, ഒരു വീട് അന്വേഷിക്കായിരുന്നു. ആരുടെ വീടാ? ഈ അരിയിലാണോ? അതല്ലെന്ന്, വാങ്ങാൻ, വിലക്ക് വാങ്ങാൻ. അപ്പൊ പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീടോ? അതില്ലാത്ത സമയത്ത് അങ്ങനെയൊക്കെ. അങ്ങനെ ആവുമ്പോ ഇപ്പൊ ചേട്ടന് ധാരാളം കാശ് ഉണ്ടായിരിക്കുമല്ലോ. ഉണ്ട് ഉണ്ട്, വരും, വരുത്തും. എങ്ങനെ, ഗൾഫിൽ നിന്നാണോ? കുഴലി? ഗൾഫിലെ കോയിലും പൈപ്പും ഒന്നല്ല, ഇവിടുന്ന് തന്നെ. കാശ് മാത്രമല്ല, കാറും വരും. അതേത് കാറ്? മാരുതി. ഓ, മാരുതി കാറ്. 1 ലക്ഷം രൂപ മാരുതി കാറ്. അത് തന്നെ. അപ്പൊ പിന്നെ ഈ വീടൊക്കെ എന്താ ചേട്ടാ നോക്കുന്നേ? ഇതെന്തോന്ന് ചീള് കേസല്ലേ? ചേട്ടൻ നേരെ PTP നൗലോട്ട് വിട്. അവിടെ ഉണ്ണുണ്ണി മുതലാളിയുടെ ബംഗ്ലാവ് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനിട്ടിരിക്കുക. നേരോ? ആ, ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബംഗ്ലാവാ. കാറ് കയറും. കാർ മാത്രമല്ല, കപ്പലും കയറും. ഇനി ചേട്ടൻ മാത്രം അങ്ങോട്ട് കയറിയാ മതി. ഉണ്ണുണ്ണി മുതലാളി PTP നഗർ. ആ, അത് തന്നെ, പേര് മറക്കണ്ട. ഉണ്ണുണ്ണി മുതലാളി PTP മുതലാളി ഉണ്ണുണ്ണി നഗർ. ഏത് ഉണ്ണുണ്ണി, ഏത് PTP? ആ, കറങ്ങട്ടെ. കറങ്ങാനാണ് യോഗമെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിപ്പോ ദിവസം 2 എപ്പോഴാ വീട് മാറിക്കൊടുക്കണ്ടേ? എത്രയും വേഗം. വാടക വീട്ടിൽ പോകാനാ വിധിയെങ്കിൽ അത് മാറ്റാൻ പറ്റില്ലല്ലോ. സാധനങ്ങളൊക്കെ മാറ്റാനുള്ള ഏർപ്പാട് ചെയ്യണം. ദേ ശാരദ വരുന്നു. ഇതാര്? ശാരദയോ? വാ വാ. ഞാൻ സ്വന്തം കൊണ്ടാടാൻ വന്നതല്ല. പിന്നെ വീടെപ്പോ ഒഴിഞ്ഞേരുമെന്ന് അറിയാനാ വന്നത്. വീട് ഒഴിഞ്ഞു തരാനോ? എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ എഴുതി വിറ്റത്. എന്ന് വെച്ച് അതിന്റെ ഓഹരി ചോദിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കണ്ട് രസിക്കാനായിരിക്കും. അല്ല, വീടിന്റെ താക്കോല് വാങ്ങിക്കാൻ. താക്കോലോ? അതെ, വേറെ ആളിനെ വെച്ച് വീടും പറമ്പ് വിലക്ക് വാങ്ങിച്ചത് ഞാനാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് വീടൊഴിഞ്ഞ് താക്കോല് കൊടുത്തയക്കണം. നീ ചതി കൊണ്ടെന്നെ തോപ്പിക്കായിരുന്നല്ലേ? എന്റെ മോൻ നിങ്ങളുടെ ചതിയിൽപ്പെടാതിരിക്കാൻ ഇതേ ഉള്ളൊരു വഴി. ഒഴിഞ്ഞു പോകുന്നോടെങ്കിലും ശല്യം തീരുമല്ലോ. താക്കോലിന് കേസ് നേരെ അയക്കും. ഇത് വൻ ചതിയാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഇടയ്ക്ക് നിന്ന് നമ്മളെ ചതിച്ചത് ആ കേസ് നായര. അവനെ ഞാൻ വെറുതെ വിടില്ല. സുധാകരൻ എവിടെ? സുധാകര!
കേശനായരെ ഒന്ന് നിക്ക്. കേശനായരെ താക്കോല് വേണ്ടേ? അതിനെന്താ കുഞ്ഞെ ഇത്ര തിടുക്കം? ശാരദാ നായർ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. താക്കോൽ എപ്പ വേണമെങ്കിലും ഏൽപ്പിക്കാം. അത് വേണ്ട, ഇപ്പൊ തന്നെ തന്നേക്കാം. താൻ വണ്ടിയിലോട്ട് കയറ്. പിന്നെ മതി. കേറടോ. പിന്നെ മതിന്നേ. കേറ്. എന്തിനാ? കുട്ടപ്പാ, കുട്ടപ്പാ, എടാ കുട്ടപ്പാ, എന്തോ ദേവനോടെ? ദേവസ്ഥാനം ഡൽഹിക്ക് പോയല്ലോ. ഡൽഹിക്കോ? കഴിഞ്ഞ ആഴ്ച പോയതല്ലേ? എന്തോ അത്യാവശ്യ കാര്യം ആ ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ കൊച്ചമ്മയോട് പറയാൻ പറഞ്ഞു. എന്നോട് പറയാതെ അവൻ പോയോ? ഒരു പെങ്കൊച്ചാ ഫോൺ ചെയ്തത്. ഗേൾഫ്രണ്ട് എന്നാ പറഞ്ഞത്. ഗേൾഫ്രണ്ടോ? ഏത് ഗേൾഫ്രണ്ട്? ഏതെന്നാ? ശാരദാമ്മേ, അയ്യോ, എന്താ ഷെയർ ചെയ്ത്? എന്ത് പറ്റി? ആ സുധാകരൻ എന്നെ കടത്തിക്കൊണ്ടുപോയി വസ്തു എഴുതിപ്പിച്ച് തന്നതിന് അവരെന്നെ തല്ലി ചതച്ചു. ഓ, റൗഡിസമാണോ? അവരെന്നെ ജീവനോടെ വിട്ടെന്നേ ഉള്ളൂ. അവൻ തല്ലിയത് കേസ് നായരെയല്ല, എന്നെയാണ്. ഇനി അവൻ ആരെയും തല്ലില്ല.